ബന്ധം പുലർത്തുന്നതിന്റെ ഒരു മാർഗം സമ്പത്ത് കഴിവിന്റെ പരമാവധി സ്വതക്ക ചെയ്യാൻ കുടുംബങ്ങളെ തെരഞ്ഞെടുക്കണം. കുടുംബങ്ങൾക്കാണ് സമ്പത്ത് സ്വതക്ക ചെയ്യാൻ ഏറ്റവും മുൻപന്തിയിൽ പരിഗണിക്കേണ്ടത്. പിന്നെ അവർക്ക് സേവനം ചെയ്യണം. ചില ആളുകൾക്ക് പലതിനും കഴിയാത്തവർ വരും, അവർക്ക് സേവനം ചെയ്തു കൊടുക്കണം. ഇടക്കിടക്ക് അവരെ സന്ദർശിക്കണം. സലാം പറഞ്ഞുകൊണ്ട് ബന്ധം ചേർക്കണം. സിലു അർഹാമക്കും വലൂ ബിസ്സലാം. എന്ത് സുഖാണ് നമ്മൾ ഈ കാലത്ത് എല്ലാ ദിവസവും കുടുംബാംഗങ്ങൾക്കൊന്ന് വിളിച്ച് സലാം പറയാൻ, ഒന്ന് അന്വേഷിക്കാൻ നല്ല സുഖല്ലേ. പഴയ കാലത്തൊക്കെ സലാം പറയണമെങ്കിൽ അങ്ങോട്ട് പോകണം. ഇപ്പൊ സലാം പറയാൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്പർ നെക്കിയിട്ടൊന്ന് അമർത്തിയിട്ട് സലാം അലൈക്കും, എന്തൊക്കെ വിശേഷം, റാഹത്തല്ലേ എന്ന് ചോദിച്ചാൽ ആ സലാം പറയലോടെ ബന്ധം സുദൃഢമാവുകയാണ്. കുടുംബക്കാരെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് അതിന് സാഹചര്യങ്ങൾ ഒരുക്കിയിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവരെ കാണാനും അവരോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഓരോന്നും മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കാനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് നിർദ്ദേശിക്കുമായിരുന്നു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അമലായി പരിഗണിച്ചൊരു അമലാണ് സിലത്തുർ റഹീം, കുടുംബ ബന്ധം. ഈമാനുമായി ബന്ധപ്പെട്ടൊരു അമലാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യസിൽ റഹിമഹ. അല്ലാഹുവിലും അന്ത്യനാളിലും പൂർണ്ണ ഈമാനുള്ള ആളാണെങ്കിൽ കുടുംബ ബന്ധം ചേർക്കണം. ആ ബന്ധം ചേർക്കേണ്ട തലങ്ങൾ, കുടുംബ ബന്ധം ചേർക്കേണ്ട തലങ്ങൾ ഒന്നും മുറിക്കാതെ ആ ബന്ധുക്കളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തുകൊണ്ട് അവരോട് ബന്ധം പുലർത്തുന്നതിനോടൊപ്പം അവർക്ക് ഓരോ കാര്യങ്ങളും നിർദ്ദേശിച്ചു കൊടുക്കണം.